ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹയിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും കയ്യിൽ പെരുന്നാളിൻ്റെ ബീഫൊക്കെ ബാക്കി കാണുമല്ലോ. സോ അതെല്ലാം എടുത്തോട്ട് ഇങ്ങ് പോരും. അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ പീസ് ബീഫ് വാങ്ങിച്ചിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫിനകത്തോട്ട് ആദ്യം നമ്മൾ ഇച്ചിരി മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് പുരട്ടിയിട്ട് വേവിച്ചെടുക്കുക. ഞാൻ നോർമലി 4 വിസിലാട്ടോ എടുക്കുന്നത്. 4 വിസിൽ വേണ്ട, നമുക്ക് 3 വിസിൽ മതി. കാരണം വെച്ചാൽ ഇത് നമ്മൾ വീണ്ടും പൊരിക്കാനുള്ളതാണ്. സോ ഒരു ലോ ഫ്ലെയിമിൽ 3 വിസിൽ വെച്ചിട്ട് നമ്മൾ ബീഫ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വെന്ത ബീഫ് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്ട്രിപ്പ് പോലെ, എനിക്ക് കിട്ടിയത് അത്ര വലിയ പീസല്ല, സോ കുഞ്ഞു പീസാണ്. അപ്പോൾ ഞാനത് സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് മുളക് പൊടി, ഗരം മസാല, കോൺഫ്ലവർ പൊടി, പിന്നെ നമ്മുടെ മുളക്, ചതച്ച മുളക്, അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ ഇട്ട് നമ്മൾ പൊരിച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, വിനാഗിരി എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ചൂടാക്കുക. അതിനകത്തോട്ട് നമ്മുടെ ഹണിയില്ലേ, ഹണി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ചതച്ച മുളക്, പിന്നെ ഒരു ഇച്ചിരി വിനാഗിരി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ വറുത്തെടുത്ത് കറുമുറാന്നിരിക്കുന്ന ബീഫിനെ ഈ തേനിലിട്ടങ്ങ് പുരട്ടിയെടുക്കണം. നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ആ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത പോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ആ ഹണി എല്ലാ സ്ഥലത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ വഴറ്റുക. ഓക്കെ, സോ ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു മധുരവും ആ ഒരു എരിവും, ഓ മൈ ഗോഡ്, അടിപൊളിയാട്ടോ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളല്ലേ, വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ടെസ്റ്റർ അന്വേഷിച്ച് നടക്കും. ആദ്യം ഫസലിന് കൊടുത്തിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ. ബഹുമാനം കൊണ്ടാട്ടോ, വേറൊന്നും കൊണ്ടല്ലേ. അങ്ങനെ ഫസൽ എനിക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് 2 കരിവേപ്പിലയൊക്കെ പിച്ച് തന്നു. ഇതാണ് എൻ്റെ ഒഫീഷ്യൽ ടെസ്റ്റർ. അങ്ങനെ ടെസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ പ്ലേറ്റുമായിട്ട് ഇതാ പോകുന്നു.